ഒരു പീസ് ചിക്കൻ ഏകദേശം 300 ഗ്രാം വരുന്നത്. ചിക്കൻ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ചിക്കൻ പീസ് എടുത്ത് വയ്ക്കുക. മൂടി വെച്ച് അടച്ച ശേഷം 10 മിനിറ്റ് സ്റ്റീമിൽ വേവിച്ചെടുക്കാം. ഒരു ചെറിയ പീസ് കാബേജ് ഏകദേശം 100 ഗ്രാം വരുന്നത്, ഒരു പച്ചമുളക്, ഒരു ക്യാരറ്റ് മീഡിയം സൈസ്, ഒരു തക്കാളി, ഒരു സവാള, ഒരു 1/4 ഭാഗം കുക്കമ്പറിൻ്റെ പീസ്, കുറച്ച് മല്ലിയില ഏകദേശം 1/4 കപ്പോളം വരുന്ന മല്ലിയില, 6 പീസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, മയോണൈസ് 200 ഗ്രാം, ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. ഇതാ ഇപ്പോൾ എല്ലാ സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഓരോ വെജിറ്റബിളായി എടുത്ത് പീൽ ചെയ്തെടുത്ത ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കുക്കുംബർ എടുക്കുമ്പോൾ അതിൻ്റെ സീഡ് മാറ്റിയ ശേഷം മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ വെജിറ്റബിളിൻ്റെ പകുതി ഭാഗം, അതായത് എല്ലാ വെജിറ്റബിളിൻ്റെയും കട്ട് ചെയ്തതിൻ്റെ പകുതി മാത്രമാണ് ഈ ചിക്കൻ സാൻഡ്വിച്ചിലേക്ക് ഞാൻ എടുക്കുന്നത്. പകുതി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ്. അതിപ്പോൾ ഞാനിതിൽ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അത് ഇതേ റെസിപ്പി തന്നെ ചിക്കൻ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പച്ചമുളക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത ശേഷം മാത്രം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റാം. എല്ലാ വെജിറ്റബിളും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ സ്റ്റീമറിൽ വെച്ച ശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഫോർക്ക് എടുത്ത് കുത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വെന്തത് കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും ബ്രെഡ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ചിക്കൻ ചെറിയ പീസുകളാക്കി, അതായത് ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസുകളാക്കി മുറിച്ച് വയ്ക്കുക. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ചിക്കനിലേക്ക്. എല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ എല്ലാ പോർഷൻ്റെയും ഹാഫ് വെച്ചിട്ട് എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു തരം സാൻഡ്വിച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അത്രയും മാത്രം പച്ചക്കറി മുറിച്ചെടുത്താൽ മതിയാവും. അതായത് ഞാൻ ആദ്യമേ തന്നെ കാണിച്ചിട്ടുള്ള പച്ചക്കറികളുടെ എല്ലാത്തിൻ്റെയും പകുതി മാത്രം എടുത്താൽ മതിയാവും. പകുതി സവാള, പകുതി തക്കാളി, പകുതി കുക്കമ്പർ, പകുതി ക്യാരറ്റ്, അങ്ങനെ. മുറിച്ച് വെച്ച പച്ചക്കറികളിലേക്ക് ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ 200 ഗ്രാം മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. ഇത് ഇത്രയും തന്നെ വേണ്ടി വരും ഇതിലേക്ക്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ബൗളിലുണ്ടായിരുന്ന മയോണൈസ് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിളും ചിക്കനും എല്ലാം മയോണൈസുമായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടണം. എന്നാൽ മാത്രമേ ബ്രെഡിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇതാണ് ഞാൻ ആ പകുതി എടുത്തിട്ടുള്ള വെജിറ്റബിൾ എല്ലാം കൂടി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് വെജ് സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല വെജ് സാൻഡ്വിച്ച്. ചിക്കൻ അവോയ്ഡ് ചെയ്ത് ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഈ വെജിറ്റബിളിനകത്തേക്ക് മയോണൈസ് ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബ്രെഡിലേക്ക് വയ്ക്കുക. 2 സ്ലൈസ് ബ്രെഡ് എടുത്ത് വയ്ക്കുക. അതിലൊരു സ്ലൈസിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഒരു സ്ലൈസ് എടുത്ത് കവർ ചെയ്ത് വയ്ക്കുക.
ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പതിയെ. ഇതിനകത്തുള്ള മിക്സ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡ് പാർട്ടെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം സാൻഡ്വിച്ച്. ഇതൊരു ബ്രെഡ് കട്ടർ നൈഫാണ്, അതായിരിക്കും കൂടുതൽ നല്ലത്. ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ കട്ട് ചെയ്യാം. ഇതാ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ബ്രെഡ് കട്ടർ നൈഫ് ഉപയോഗിച്ചത് കൊണ്ടാട്ടോ ഈ എഡ്ജ് പാർട്ടെല്ലാം ഷാർപ്പായിട്ടിങ്ങനെ കിട്ടിയത്. ഇതാ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. കാണാനും ഭയങ്കര ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ആയിരിക്കും കഴിക്കാനും. നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ടോസ്റ്ററിലോ തവയിലോ വെച്ച് അതൊന്ന് മറിച്ചും തിരിച്ചും വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി മറ്റൊരു നല്ല തകർപ്പൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.